ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. 30 ദേവന്മാരും പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ഒരു സ്ഥലം. പറശ്ശിനിക്കടവ് പോലെ തന്നെ കണ്ണൂരുകാർ അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ക്ഷേത്രം. ഈ ജൂൺ മാസങ്ങളിൽ 28 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവം ഇവിടെ പ്രസിദ്ധമാണ്. ഇതിന് മഴയുത്സവം എന്നും ഒരു അപര പേരുണ്ട്. ഈ വർഷം എനിക്കും ഇവിടെ എത്തിച്ചേരാനായി. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദക്ഷൻ സ്വന്തം പുത്രിയായ സതീദേവിയെയും പുത്രിയുടെ ഭർത്താവായ പരമശിവനെയും അറിയിക്കാതെ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തിലേക്ക് പരമശിവൻ്റെ വിലക്ക് മറികടന്ന് സതീദേവി പങ്കെടുക്കാനെത്തുകയും സ്വന്തം പിതാവിനാൽ അപമാനിക്കപ്പെടുകയും അതിൽ മനംനൊന്ത് ദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി നടത്തുകയും ചെയ്തു. രക്ഷാകുലനായ പരമശിവൻ ജട നിലത്തടിക്കുകയും അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും രൂപം കൊള്ളുന്നു. വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് ഛേദിച്ച് വാള് വലിച്ചെറിയുകയും ചെയ്തു. ഇതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഐതിഹ്യം.